എൻസൈക്ലോമിക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഈ വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് വീടുകളിൽ നിന്ന് ഹരിതകർമ്മസേന മാലിന്യങ്ങൾ ശേഖരിക്കുന്ന രീതിയിൽ വലിയ മാറ്റങ്ങൾ വരുവാനായിട്ട് പോവുകയാണ്. ഇതിന്റെ വിശദമായിട്ടുള്ള വിവരങ്ങളാണ് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. നമ്മുടെ വീഡിയോസ് ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വിശദാംശങ്ങളിലേക്ക് അടക്കാം. കേന്ദ്ര സർക്കാരിന്റെ പുതിയ കരമാലിന്യ പരിപാലന നിയമം വരുന്നതോടുകൂടി കേരളത്തിലെ മാലിന്യ സംസ്കരണ രീതി പൂർണ്ണമായിട്ടും മാറുന്നതാണ്. നിലവിൽ നമ്മൾ പച്ച, നീല എന്നിങ്ങനെ രണ്ട് ബിന്നുകളിലായിട്ടാണ് മാലിന്യങ്ങൾ നിക്ഷേപിക്കുന്നത്. എന്നാൽ ഇനി മുതൽ മാലിന്യങ്ങളെ 4 വിഭാഗങ്ങളായിട്ട് തരംതിരിക്കുന്നതാണ്. ഒന്നാമതായിട്ട് അടുക്കളയിൽ നിന്നുള്ള നനഞ്ഞ ജൈവ മാലിന്യങ്ങൾ, രണ്ടാമതായിട്ട് പ്ലാസ്റ്റിക്, പേപ്പർ തുടങ്ങിയ ഉണങ്ങിയ ജൈവ മാലിന്യങ്ങൾ, മൂന്നാമതായിട്ട് ഡൈപ്പർ, പേഡുകൾ എന്നിവ ഉൾപ്പെടുന്ന സാനിറ്ററി മാലിന്യങ്ങൾ, നാലാമതായിട്ട് മരുന്നുകൾ, ഇ വേസ്റ്റ് തുടങ്ങിയ പ്രത്യേക ശ്രദ്ധ ആവശ്യമായിട്ടുള്ള മാലിന്യങ്ങൾ. ഈ നിയമങ്ങൾ കൃത്യമായിട്ട് പാലിച്ചില്ല എങ്കിൽ കനത്ത പിഴ ഈടാക്കുവാനുള്ള വ്യവസ്ഥകളും നിലവിലുണ്ട്. കേരളത്തിൽ പ്രതിവർഷം ഏകദേശം 37 ലക്ഷം ടൺ കരമാലിന്യമാണ് ഉണ്ടാകുന്നത്. ഇതിൽ 77% ജൈവ മാലിന്യവും 18% അജൈവ മാലിന്യവുമാണ്. ഇതിൽ ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം, ആകെ മാലിന്യത്തിന്റെ ഏകദേശം 49% നമ്മുടെ വീടുകളിൽ നിന്നാണ് ഉണ്ടാകുന്നത് എന്നതാണ്. അതുകൊണ്ട് തന്നെ ഈ മാറ്റത്തിൽ ഓരോരുത്തർക്കും വലിയ പങ്കുണ്ട്. ഹരിത കേരള മിഷന്റെ ഭാഗമായിട്ട് കേരളം ഇതിനോടകം തന്നെ നിരവധി മികച്ച പ്രവർത്തനങ്ങളാണ് നടത്തിവരുന്നത്. 30,000-ലധികം ഹരിതകർമ്മ സേന അംഗങ്ങൾ 53 ലക്ഷം വീടുകളിൽ നിന്ന് മാലിന്യം ശേഖരിക്കുന്നുണ്ട്. എന്നിരുന്നാലും കേന്ദ്രത്തിന്റെ പുതിയ നിയമങ്ങൾ നടപ്പിലാക്കുമ്പോൾ നിലവിലുള്ള രീതികളിൽ ചില മാറ്റങ്ങൾ വരുത്തേണ്ടി വരുന്നതാണ്. ആധുനിക ലാൻഡ് ഫിൽ സംവിധാനങ്ങളും മാലിന്യത്തിൽ നിന്ന് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന പ്ലാന്റുകളും സ്ഥാപിച്ചാൽ മാത്രമേ ഈ മാറ്റം പൂർണ്ണമായിട്ടും വിജയിക്കുകയുള്ളൂ. പുതിയ നിയമങ്ങൾ അനുസരിച്ച് മാലിന്യ സംസ്കരണം കൂടുതൽ കാര്യക്ഷമവും എളുപ്പമാക്കുവാനും സാധിക്കുന്നതാണ്. അപ്പോൾ ഈ വിവരം നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റ് ഗ്രൂപ്പുകളിലേക്കും കൂടെ ഷെയർ ചെയ്യുക. നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റ് വീഡിയോസും ആനുകാലിക വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം. അതുവരെ ഗുഡ് ബൈ.